ഈ തിരുവഴുത്തിനെ ആധാരമാക്കി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി കണ്ണുകളടച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം തീർന്നുപോയി എന്നുള്ള ഒരു അനുഭവത്തിലായിരിക്കാം. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുകയാണ്. എപ്പോഴാ ആ ദുഷ്പ്രവൃത്തിക്കാരനായിരുന്ന മനുഷ്യൻ മാനസാന്തരപ്പെട്ടപ്പോൾ കർത്താവ് അവന് വേണ്ടി ഒരു വാതിൽ തുറന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചപ്പോൾ, അതുപോലൊരു വാതിൽ എനിക്കും കർത്താവ് തുറക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. പരദീസയിൽ യേശുവിനോടുകൂടെ ചെല്ലുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് എല്ലാവരും ദുഷ്പ്രവർത്തിക്കാരൻ എന്നു പറഞ്ഞ് ശിക്ഷിച്ച് വിധി എഴുതിയ സ്ഥാനത്ത് അവൻ യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവനൊരു അവസരം കിട്ടി. പ്രിയ ദൈവ പൈതലേ, എല്ലാവരും തള്ളിക്കളഞ്ഞാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും, എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയാലും, ഇന്ന് യേശുവിനെ വിശ്വസിച്ച് അവൻ്റെ അടുക്കൽ വന്നാൽ ഈ നിമിഷത്തിൽ അവൻ നിന്നെ ചേർത്തുകൊള്ളുവാൻ നിനക്ക് വേണ്ടി ആ നിത്യരാജ്യത്തിലൊരു ഭവനമൊരുക്കി തരുവാൻ എൻ്റെ യേശുവിന് കഴിയും. കർത്താവ് അത് ചെയ്തു തന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. സ്തോത്രം.